ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങൾ ഏറ്റവും ലളിതമായ രീതിയിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം എവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. യൂതിത്തിൻ്റെ പുസ്തകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യൂതിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഈ സമയം ഹോളോഫെർണസ് എന്ന രാജാവ് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും സത്യസന്ധമായി അതിന് ഉത്തരം നൽകി ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ സംസാരിക്കുകയും ഇസ്രായേൽ ജനവുമായി ഒരു യുദ്ധത്തിന് പോകാതിരിക്കുന്നതാണ് കരണീയമെന്ന് ഉപദേശിക്കുകയും ചെയ്ത അമ്മോന്യനായ ആഖിയോറിനെ ഹോളോഫെർണസ് എന്ന സൈന്യാധിപൻ നാടുകടത്തുന്നു. അങ്ങനെ നാടുകടത്തപ്പെട്ട ആഖിയോർ ഇപ്പോൾ ഇസ്രായേലിലെ ബത്തൂലിയ എന്ന പട്ടണത്തിലാണ്. ബത്തൂലിയയിലെ നീതിന്യായ പീഠത്തിലേക്ക് അദ്ദേഹം ആനയിക്കപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന വ്യക്തികൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നാടുകടത്തപ്പെട്ടിരിക്കുന്ന ആഖിയോർ തങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ, തങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്തതിൻ്റെ പേരിൽ നാടുകടത്തപ്പെട്ട ഒരു ഹതഭാഗ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ തീർച്ചയായും തങ്ങളുടെ കൂടെ സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ആഖിയോർ ഇവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഹോളോഫെർണസ് ഇവർക്കെതിരെ നടത്താൻ പോകുന്ന സൈനിക നീക്കങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഇതെല്ലാം കേട്ട് ജനങ്ങൾ വീണ്ടും പരിഭ്രാന്തരായി തീരുകയാണ്. ആ കഥയാണ് അടുത്ത വചനങ്ങളിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. 6-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 6-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗത്താണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന യൂദാജനത്തെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ വ്യാഖ്യാനം നൽകാം. ഈ സമയം നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഗ്രന്ഥമൊന്ന് കയ്യിലെടുക്കാം. നമുക്ക് ഒരുമിച്ച് ഈ വചനഭാഗം വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. യൂദത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോൾ ജനം ദൈവത്തെ സാഷ്ടാംഗം നമസ്കരിച്ച് ആരാധിച്ചു. അവർ അവിടുത്തോട് നിലവിളിച്ച് അപേക്ഷിച്ചു, സ്വർഗത്തിൻ്റെ ദൈവമായ കർത്താവേ, അവരുടെ അഹങ്കാരം കാണണമേ. ഞങ്ങളുടെ ജനത്തിന് ഏൽപ്പിക്കുന്ന അപമാനമോർത്ത് അവിടുന്ന് കരുണ കാണിക്കണമേ. അവിടുത്തെ സമർപ്പിത ജനതയെ കടാക്ഷിക്കണമേ. അവർ ആഖിയോറിനെ ആശ്വസിപ്പിക്കുകയും മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്തു. ഉസിയ അവനെ സദസ്സിൽ നിന്ന് തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയും ശ്രേഷ്ഠന്മാർക്കൊരു വിരുന്ന് നൽകുകയും ചെയ്തു. തങ്ങളെ സഹായിക്കണമേ എന്ന് അവർ രാത്രി മുഴുവൻ ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. അമ്മോന്യനായ ആഖിയോർ ഹോളോഫെർണസിന് മുൻപിൽ തങ്ങൾക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുകയും തൽഫലമായി നാട് കടത്തപ്പെടുകയും ചെയ്തുവെന്നറിഞ്ഞ ഇസ്രായേൽ ജനം 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഒന്നാമതായി, അവർ പ്രാർത്ഥനയിൽ ആശ്രയിച്ച് നിലവിളിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം 3 കാര്യങ്ങളാണ്. ശത്രുക്കളുടെ അഹങ്കാരത്തിന് അറുതി വരുത്തണം, ജനം അപമാനിതരാകാതിരിക്കാൻ
കരുണ കാണിക്കണം, ദൈവത്തിൻ്റെ സമർപ്പിത ജനതയെ കടാക്ഷിക്കണം. അപ്പോൾ ഈ ജനം നിരന്തരമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ നേരെ വരുന്ന ഈ സൈനിക വ്യൂഹത്തെക്കുറിച്ച് അറിഞ്ഞ സമയം മുതൽ തന്നെ അവർ നിരന്തരമായി പ്രാർത്ഥനാ നിരതരായി ഇരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. ആഖിയോറിൻ്റെ വാക്കുകളിലൂടെ ഹോളോഫർണസും സൈന്യവും അവരുടെ നേരെ നടത്താൻ പോകുന്ന അതിക്രൂരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധം അവർക്ക് ലഭിച്ചു. അതുകൊണ്ട് ഇനി മറ്റെവിടെയും ആശ്രയമില്ല. അവർ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ കവിഴ്ന്നടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ശത്രുക്കളുടെ അഹങ്കാരത്തിന് അറുതി വരുത്തണമേ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ദൈവമല്ല. നെബൂഖദ്നേസറിനെ പോലെ ശക്തനായ ദൈവം മറ്റാരാണുള്ളത് എന്ന് ചോദിക്കുന്ന അഹങ്കാരത്തെ, ഹോളോഫർണസിൻ്റെ ധാർഷ്ട്യത്തെ, അതിനറുതി വരുത്താൻ തങ്ങളുടെ ദൈവമായ കർത്താവിന് സാധിക്കുമെന്ന ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, അവരുടെ അഹങ്കാരത്തെ അറുതി വരുത്തണമെന്ന്. രണ്ടാമത് അവർ പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ ജനം അപമാനിതരാകാൻ കരുണ കാണിക്കണം. ഒരു വിജാതീയ സൈന്യം വന്ന് അവരുടെ മലനിരകളിലെ ചെറിയ പട്ടണങ്ങൾ പരിപൂർണമായി നശിപ്പിച്ച് അതിനുശേഷം അവർ ലക്ഷ്യം വയ്ക്കുക വിശുദ്ധ സ്ഥലത്തെയാണ്, ദേവാലയത്തെയാണ്. അങ്ങനെ ദേവാലയം ആക്രമിക്കപ്പെടുകയും അശുദ്ധമാക്കപ്പെടുകയും ചെയ്താൽ അത് ഈ ജനത്തിന് വലിയ അപമാന ഭാരമായി തീരും. അവരുടെ ദൈവത്തിന് ശക്തിയില്ല എന്ന് മറ്റു രാജ്യങ്ങൾ തെറ്റിദ്ധരിക്കും. അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായി ഈ ജനം തങ്ങളുടെ തന്നെ മേൽവിലാസം ആവർത്തിക്കുകയാണ്. ഞങ്ങൾ അങ്ങയുടെ സമർപ്പിത ജനതയാണ്. വി ആർ എ കോൺസെക്രേറ്റഡ് പീപ്പിൾ. അങ്ങേക്കായി സമർപ്പിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ജനമാണ് ഇസ്രായേൽ. അബ്രാഹത്തിൻ്റെ വിളിയുടെ സമയം മുതൽ ദൈവം അത് ആവർത്തിക്കുന്നുണ്ട്, നിങ്ങൾ എനിക്കൊരു പുരോഹിത ജനവും വിശുദ്ധ ജനതയുമായിരിക്കും. അങ്ങനെ അങ്ങേക്കായി സമർപ്പിക്കപ്പെട്ട ഈ ജനത്തെ അവിടുന്ന് കരുണയോടെ കടാക്ഷിക്കണമെന്ന് അവർ ഈ പ്രാർത്ഥനയിലൂടെ പറയുന്നു. രണ്ടാമതായി അവർ ആഖിയോറിനെ സമാശ്വസിപ്പിക്കുകയാണ്. അവർ ആഖിയോറിനെ സമാശ്വസിപ്പിക്കുകയും അയാളെടുത്ത നിലപാടിനെ മുക്തഖണ്ഡം പ്രശംസിക്കുകയും ചെയ്യുന്നു. കാരണം തങ്ങളുടെ പക്ഷം ചേർന്ന് തങ്ങൾക്കനുകൂലമായി സംസാരിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് ഇപ്പോൾ അയാൾ ഈ വലിയ ത്യാഗം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. വലിയ സഹനങ്ങളിലൂടെ അയാൾ കടന്നു പോകേണ്ടി വന്നത്, അയാളെ നാട് കടത്തിയത് എല്ലാം തങ്ങളുടെ ചരിത്രം തങ്ങൾക്കനുകൂലമായി പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരാളെ വെറുതെ വിട്ടുകളയാൻ അവർ ഒരുക്കമല്ല. അവർ അയാളെ സ്വന്തമായി അവരുടെ ഭാഗമായി സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് മൂന്നാമതായിട്ട് അവർ ചെയ്യുന്നത്, അവർ ആഖിയോറിനെ സ്വന്തം ഭവനങ്ങളിൽ സ്വീകരിച്ച് വിരുന്നൊരുക്കി എന്ന് പറയും. സത്യത്തിൽ നമുക്കറിയാം, അവർ ഈ വിരുന്നൊരുക്കുമ്പോൾ അവരുടെ ഹൃദയം ഇടിക്കുകയാണ്, അവരുടെ കണ്ണുകളിൽ കണ്ണീരുണ്ട്. കാരണം ഏത് സമയവും ശത്രു തങ്ങളെ ആക്രമിക്കും. പക്ഷേ ഇപ്പോൾ തങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന വ്യക്തി ആഖിയോർ, അയാൾ തങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്തവനാണ്. അതുകൊണ്ട് അയാളുടെ ബഹുമാനത്തെ പ്രതി വിരുന്നൊരുക്കിക്കൊണ്ട് ആ ജനം ആഖിയോറിനെ സ്വീകരിക്കുന്നു. അടുത്ത 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുന്നു. അവിടെ ഹോളോഫർണസ് എന്ന സൈന്യാധിപൻ അദ്ദേഹത്തിൻ്റെ അസംഖ്യം വരുന്ന സൈന്യവുമായി ഇപ്പോഴിതാ യൂദായുടെ പട്ടണങ്ങളെ വളയുകയാണ്. ബത്തുലിയ എന്ന പട്ടണത്തെ വളയുന്നു, ഉപരോധം ഏർപ്പെടുത്തുന്നു. ആ ഉപരോധം ഏർപ്പെടുത്തുന്നതിൻ്റെ വിവരണങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൽ വായിച്ച് മനസ്സിലാക്കാം. ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം ഒന്ന് പരിശോധിക്കാം. 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളിൽ ഹോളോഫർണസ് സൈനിക നീക്കം ആരംഭിക്കുന്നതിനെക്കുറിച്ച്
പറയുന്നു. 7-ാം അധ്യായത്തിൻ്റെ 6-7 തിരുവചനങ്ങളിൽ ഹോളോഫർണസ് ബത്തൂലിയ നഗരവാസികൾ ആശ്രയിച്ചിരുന്ന ചില നീർച്ചാലുകൾ, അവർക്ക് വെള്ളം കിട്ടിയിരുന്നതിലെ ഉറവകൾ പിടിച്ചടക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. 7-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ഇവരുടെ സമീപവാസികളായിരുന്ന ഏദോമ്യരും മൊവാബ്യരും ഹോളോഫർണസിന് നൽകുന്ന ചില ഉപദേശങ്ങൾ, ഇസ്രായേൽ ജനത്തിനെതിരെ നൽകുന്ന ചില ഉപദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് സൂചിപ്പിക്കുന്നു. 7-ാം അധ്യായത്തിൻ്റെ 16, 17, 18 തിരുവചനങ്ങളിൽ വീണ്ടും ജലസ്രോതസ്സുകൾ, അതായത് ബത്തൂലിയ നഗരത്തിലേക്ക് പോകാനിടയുള്ള എല്ലാ ജലസ്രോതസ്സുകളും തടഞ്ഞുകൊണ്ടുള്ള ഉപരോധം, അതായത് വെള്ളം ഒരു തരി പോലും വിട്ടുകൊടുക്കാതെ തടഞ്ഞുകൊണ്ടുള്ള ഉപരോധം നടത്തുന്നതിനെക്കുറിച്ച് പറയുന്നു. 7-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളിൽ ദാഹജലത്തിന് വേണ്ടി കേഴുന്ന ഇസ്രായേൽക്കാരുടെ കഥ വിവരിക്കുകയാണ്. കാരണം എല്ലാ ജലസ്രോതസ്സുകളും ഇതാ അവരിൽ നിന്ന് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വെള്ളത്തിന് വേണ്ടി കേഴുന്ന ഇസ്രായേൽക്കാരുടെ കഥയാണ് 7-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 7-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 28 വരെയുള്ള വചനഭാഗത്ത് ഈ ജനം, ദാഹിച്ച് അവശരായ ജനം, ദാഹിച്ച് വലഞ്ഞ ജനം നഗരാധിപന്മാർക്കും ശ്രേഷ്ഠന്മാർക്കുമെതിരെ തിരിയുന്ന സംഭവം നമ്മൾ കാണുന്നു. അവരെ വിമർശിക്കുന്നു. ഒടുവിൽ 7-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 32 വരെയുള്ള തിരുവചന ഭാഗത്ത് ജനം വിലപിക്കുകയാണ്, കരയുകയാണ്. ഈ സമയത്ത് ഉസിയ എന്ന നഗരശ്രേഷ്ഠൻ, നഗരാധിപൻ ഇടപെടുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്രയുമാണ് ഈ അധ്യായത്തിലുള്ളത്. ഓരോ ഭാഗവും നമുക്കൊന്ന് വായിച്ച് വിശദീകരിക്കാം. ആദ്യത്തേത് 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗമാണ്. അവിടെ ഹോളോഫർണസ് എന്ന സൈന്യാധിപൻ സൈനിക നീക്കം ആരംഭിക്കുന്നത് എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ദിവസം ഹോളോഫർണസ് തൻ്റെ സൈന്യത്തോടും തന്നോട് ചേർന്ന സഖ്യകക്ഷികളോടും പാളയം വിട്ട് ബത്തൂലിയായ്ക്കെതിരെ നീങ്ങാനും മലമ്പ്രദേശത്തേക്കുള്ള പാതകൾ പിടിച്ചടക്കാനും ഇസ്രായേല്യരോട് യുദ്ധം ആരംഭിക്കാനും കൽപ്പിച്ചു. അവരുടെ പോരാളികൾ അന്നു തന്നെ പാളയം വിട്ട് മുന്നേറി. 1,70,000 കാലാളും 12,000 കുതിരപ്പടയും കൂടാതെ സാധന സാമഗ്രികൾ വഹിക്കുന്ന ഭടന്മാരുടെ ഒരു വലിയ സമൂഹവും അടങ്ങിയതായിരുന്നു ആ സൈന്യം. ബത്തൂലിയായ്ക്ക് സമീപം താഴ്വരയിൽ അരുവിയുടെ കരയിൽ അവർ പാളയമടിച്ചു. സൈന്യം ദോഥാനിൽ ബാൽബയും വരെ വീതിയിലും ബത്തൂലിയ മുതൽ എസ്ദ്രായേലോണിന് അഭിമുഖമായുള്ള ക്യാമോൺ വരെ നീളത്തിലും വ്യാപിച്ചു. ആ വമ്പിച്ച സൈന്യത്തെ കണ്ട് ഇസ്രായേലിയർ ഭയവിഹ്വലരായി പരസ്പരം പറഞ്ഞു, ഇവർ നമ്മുടെ നാട് മുഴുവൻ വിഴുങ്ങിക്കളയും. ഇവരുടെ ഭാരം താങ്ങാൻ പോരുന്ന ശക്തി മലകൾക്കോ താഴ്വരകൾക്കോ കുന്നുകൾക്കോ ഇല്ല. പിന്നീട് ഓരോരുത്തരും തങ്ങളുടെ ആയുധങ്ങളുമെടുത്ത് ഗോപുരങ്ങളിൽ ആഴികൂട്ടി രാത്രി മുഴുവൻ കാവൽ നിന്നു. യൂദയായിൽ ഇസ്രായേൽ ജനം അധിവസിച്ചിരുന്ന ബത്തൂലിയായ്ക്കെതിരെയുള്ള ആക്രമണം ഘട്ടം ഘട്ടമായി നടത്തുവാനുള്ള പുറപ്പാടിലാണ് ഹോളോഫർണസും സംഘവും. ഹോളോഫർണസ് തൻ്റെ സൈന്യത്തോടും തന്നോട് ചേർന്ന സഖ്യകക്ഷികളോടുമൊപ്പം പാളയം വിട്ട് ബത്തൂലിയയ്ക്കെതിരെ നീങ്ങുന്നു. മലമ്പ്രദേശത്തേക്കുള്ള പാതകൾ പിടിച്ചടക്കാൻ, അതോടൊപ്പം തന്നെ ഇസ്രായേൽക്കാരോടുള്ള യുദ്ധം ആരംഭിക്കാനുമുള്ള കൽപ്പനകൾ നൽകി. ലക്ഷക്കണക്കിന് ഭടന്മാരുള്ള ഒരു വലിയ സൈനിക നിരയാണ് ബത്തൂലിയ എന്ന ചെറുപട്ടണത്തിനെതിരെ അണിനിരത്തിയത്. 1,70,000 കാലാളും 12,000 കുതിരപ്പടയും
കൂടാതെ സാധന സാമഗ്രികൾ വഹിക്കുന്ന ഭടന്മാരുടെ ഒരു വലിയ സമൂഹവും അടങ്ങിയതായിരുന്നു ആ സൈന്യം. അപ്പോൾ വലിയ ഒരു സൈന്യം. വമ്പിച്ച ഈ സൈന്യത്തെ കണ്ട് ബത്തൂലിയ നിവാസികൾ ഭയചകിതരായി മാറുന്നു. അവർ പരസ്പരം പറഞ്ഞു, ഇവർ നമ്മുടെ നാട് വിഴുങ്ങിക്കളയും. ഇവരുടെ ഭാരം താങ്ങാൻ പോരുന്ന ശക്തി നമ്മുടെ മലകൾക്കോ താഴ്വരകൾക്കോ കുന്നുകൾക്കോ ഇല്ല. അതായത് ജനത്തിൻ്റെ ഭയവും നിസ്സഹായതയുമൊക്കെ ഈ വാക്കുകളിലൂടെ വെളിവാവുകയാണ്. ഈ വലിയ സൈന്യത്തിനെതിരെ നിലകൊള്ളാൻ പോലും തങ്ങൾക്ക് സാധിക്കില്ല. അവർ പറയുകയാണ്, ഈ സൈന്യം നമ്മുടെ നാട് വിഴുങ്ങിക്കളയും. എന്താണ് ഇതിൻ്റെ അർത്ഥം? വിഴുങ്ങിക്കളയുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? സത്യത്തിൽ ഈ വിഴുങ്ങിക്കളയും എന്ന പ്രയോഗം അതൊരു മെറ്റഫറാണ്, ഒരു രൂപകമാണ്. ഈ മെറ്റഫർ, ഈ രൂപകം ഒരു കുന്നിൻ പ്രദേശത്തേക്ക് അഴിച്ചുവിടുന്ന കന്നുകാലികൾ ആ കുന്നിൻ പ്രദേശത്തുള്ള പച്ചപ്പുല്ല് മുഴുവൻ തിന്ന് തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. അതായത് പുല്ല് നിറഞ്ഞ ഒരു മൈതാനത്തേക്ക് വിടുന്ന കന്നുകാലികളെല്ലാം കൂടി അവരുടെ ഭക്ഷണം പുല്ല് തിന്നു കഴിയുമ്പോൾ ആ കുന്നിൻ പുറം മുഴുവൻ മൊട്ടയടിച്ചതുപോലെയാവുന്നു, വിഴുങ്ങിക്കളയുന്നു. ആ അർത്ഥത്തിലാണ് ഈ രൂപം ഉപയോഗിക്കുന്നത്. കന്നുകാലികൾ ഒരു പുൽമേട്ടിലെ പുല്ല് മുഴുവൻ തിന്നു തീർക്കുന്നത് പോലെ ഒരു ജനം അല്ലെങ്കിൽ സൈന്യം മറ്റൊരു രാജ്യത്തെ നാമാവശേഷമാക്കുന്നതിനെ സൂചിപ്പിക്കാനാണ് ഈ രൂപകം ഉപയോഗിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ രൂപകം ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു സന്ദർഭം ഉദാഹരണമായിട്ട് പരിശോധിക്കാം. അത് സംഖ്യയുടെ പുസ്തകത്തിലാണ്. അവിടെ ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് ഈ രൂപകം പറയുന്നത്. ഇവിടെ ഹോളോഫർണസിൻ്റെ സൈന്യത്തെക്കുറിച്ചാണെങ്കിൽ അവിടെ ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ്. സംഖ്യയുടെ പുസ്തകം 22:3-4 ഒന്ന് വായിക്കാം. സംഖ്യാബലത്തിൽ മികച്ചു നിന്ന ഇസ്രായേലിനെ മോവാബ് ഭയപ്പെട്ടു. അവരെ പ്രതി അവൻ ഭയചകിതനായി. മോവാബ് മിദ്യാനിലെ പ്രമാണികളോട് പറഞ്ഞു, കാള വയലിലെ പുല്ല് തിന്നുന്നത് പോലെ ഈ നാടോടികൾ നമ്മെ വിഴുങ്ങിക്കളയും. സിപ്പോറിൻ്റെ മകൻ ബാലാക്കായിരുന്നു അക്കാലത്ത് മോവാബ്യരുടെ രാജാവ്. അതായത് ഒരു ജനം മറ്റൊരു ജനത്തെ പരിപൂർണമായി നശിപ്പിച്ച് കളയും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രയോഗം. അപ്പോൾ ജനം വളരെ ഭയത്തിലാണ്. തങ്ങളിൽ ആരും അവശേഷിക്കാത്ത വിധമുള്ള ഒരു സൈനിക മുന്നേറ്റം ഉണ്ടാകുമെന്നവർ ഭയപ്പെടുന്നു. അടുത്തതായി 7-ാം അധ്യായത്തിൻ്റെ 6-7 തിരുവചനങ്ങളിൽ ഈ സൈന്യം, ഹോളോഫർണസിൻ്റെ സൈന്യം, ആദ്യമായി ചില നീർച്ചാലുകൾ പിടിച്ചടക്കുന്ന കാര്യമാണ് പറയുന്നത്. നമുക്കതൊന്ന് വായിക്കാം. 7-ാം അധ്യായത്തിൻ്റെ 6-7 തിരുവചനങ്ങൾ. അപ്പോൾ 1-ാം ദിവസത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി 2-ാം ദിവസം എന്താണ് നടക്കാൻ പോകുന്നത് എന്നാണ് ഇനി നമ്മൾ വായിക്കുന്നത്. 2-ാം ദിവസം ഹോളോഫർണസ് ബത്തൂലിയായിലെ ഇസ്രായേല്യർ നോക്കി നിൽക്കെ തൻ്റെ കുതിരപ്പടയെ നയിച്ചു. നഗരത്തിലേക്കുള്ള വഴികൾ പരിശോധിക്കുകയും അവർക്ക് വെള്ളം നൽകിയിരുന്ന നീർച്ചാലുകൾ സന്ദർശിച്ച് അവ പിടിച്ചടക്കി കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. അനന്തരം അവൻ തൻ്റെ സൈന്യത്തിലേക്ക് മടങ്ങി. ഈ പടപ്പുറപ്പാടിൻ്റെ 2-ാം ദിവസം ഇസ്രായേൽ ജനത്തെ കൂടുതൽ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ഹോളോഫർണസ് തന്നെ തൻ്റെ കുതിരപ്പടയെ നയിക്കുകയാണ്. കുതിരയുടെ കുളമ്പടി കൊണ്ട് അവിടെ മുഴുവൻ പ്രകമ്പനം കൊണ്ടു. നഗരത്തിലേക്കുള്ള എല്ലാ വഴികളും പരിശോധിച്ച് ബത്തൂലിയ നിവാസികളുടെ ബലവും ബലമില്ലായ്മയുമെല്ലാം ഹോളോഫർണസ് മനസ്സിലാക്കി. മാത്രവുമല്ല, അവർക്ക് കുടിവെള്ളം ലഭ്യമായിരുന്ന ചില നീർച്ചാലുകൾ പിടിച്ചടക്കി അവിടെ കാവലേർപ്പെടുത്തി. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനു മുമ്പ് ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു, ഇത്തരത്തിൽ ഹോളോഫർണസിൻ്റെ സൈന്യം തങ്ങൾക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന അറിവൊക്കെ ഇസ്രായേൽ ജനത്തിന് ഓൾറെഡി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ നടത്തുന്ന ചില മുന്നൊരുക്കങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അവർ ഭക്ഷണ സാധനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ സംഭരിച്ചു വച്ചിരുന്നു.
അങ്ങനെ കുറേ കാലത്ത് ഉപരോധത്തെ നേരിടാനായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ അവർ സംഭരിച്ചിരുന്നു. കാരണം ഒരു കൊയ്ത്തുകാലമായിരുന്നു, അവർ ഭക്ഷ്യവസ്തുക്കളൊക്കെ ശേഖരിച്ചിരുന്നു നമ്മൾ വായിച്ചു. പക്ഷേ ഇപ്പോൾ ഭക്ഷ്യവസ്തുക്കളല്ല പ്രശ്നം, കുടിവെള്ളമാണ് പ്രശ്നം, ദാഹജലമാണ് പ്രശ്നം. ദാഹജലം കിട്ടിയിരുന്ന ചില നീർച്ചാലുകളെ ഹോളോഫർണസ് പിടിച്ചടക്കുകയാണ്. അപ്പോൾ ഈ ദാഹജലം ലഭിക്കുന്നതിനുള്ള മറ്റു മാർഗങ്ങൾ ഇവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഈ പ്രശ്നമായി തീരാൻ പോകുന്നത്. ഭക്ഷ്യവസ്തുക്കളുണ്ട്, പക്ഷെ വെള്ളമില്ല. വെള്ളത്തിനുള്ള ഇവർ നിരന്തരം ആശ്രയിച്ചിരുന്ന ഏതാനും നീർച്ചാലുകൾ ഇപ്പോഴിതാ പിടിച്ചടക്കിയിരിക്കുന്നു. അടുത്ത 7-ാമത്തെ അധ്യായത്തിൻ്റെ 8 മുതൽ 15 വരെയുള്ള വചനഭാഗം വായിക്കാം. അവിടെ ഈ ജനത്തെ കൂടുതൽ എങ്ങനെയാണ് ദ്രോഹിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ എങ്ങനെ കീഴ്പ്പെടുത്താമെന്നതിനുള്ള ചില ഉപദേശങ്ങളുമായിട്ട് ഇവരുടെ അയൽ രാജ്യങ്ങളായ ഏദോമ്യരും മോവാബ്യരും ഹോളോഫർണസിൻ്റെ അടുത്ത് വന്ന് ചില മാർഗങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 7-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഏസാവിൻ്റെ സന്തതികളുടെ നേതാക്കന്മാരും മോവാബ്യരുടെ തലവന്മാരും തീരദേശത്തെ സൈന്യാധിപന്മാരും അവനെ സമീപിച്ചു പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ സൈന്യം പരാജയപ്പെടാതിരിക്കേണ്ടതിന് ഈ വാക്ക് ശ്രവിച്ചാലും. ഈ ഇസ്രായേൽ ജനം ആശ്രയം വച്ചിരിക്കുന്നത് അവരുടെ കുന്തങ്ങളിലല്ല, തങ്ങൾ വസിക്കുന്ന മലകളുടെ ഉയരത്തിലാണ്. അവയുടെ മുകൾ പരപ്പിലെത്തുക എളുപ്പമല്ല. അതിനാൽ പ്രഭോ, നേരിട്ടുള്ള യുദ്ധം ഒഴിവാക്കിയാൽ സൈന്യത്തിൽ ഒരാളും അങ്ങേക്ക് നഷ്ടപ്പെടുകയില്ല. അങ്ങ് പാളയത്തിലിരിക്കുക, ഭടന്മാരെല്ലാം അങ്ങയോടത്തുണ്ടായിരിക്കട്ടെ. മലയുടെ അടിവാരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന അരുവി കൈവശപ്പെടുത്താൻ ഈ ദാസന്മാരെ അനുവദിക്കുക. ഇവിടെ നിന്നാണല്ലോ ബെത്തൂലിയായിലെ ജനങ്ങൾക്കെല്ലാം ജലം ലഭിക്കുന്നത്. അങ്ങനെ ദാഹം കൊണ്ടവർ നശിക്കും, അവർ നഗരം വിട്ടൊഴിയും. ഞങ്ങളും ഞങ്ങളുടെ ആളുകളും സമീപത്തുള്ള മലകളുടെ മുകളിലേക്ക് പോകാം. ആരും നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ അവിടെ പാളയമടിച്ച് കാത്തു നിൽക്കാം. അവരും ഭാര്യമാരും കുഞ്ഞുങ്ങളും ക്ഷാമത്താൽ നശിക്കും. വാൾ ഏൽക്കാതെ തന്നെ തങ്ങൾ വസിക്കുന്ന തെരുവുകളിൽ അവരുടെ മൃതദേഹം ചിതറിക്കിടക്കും. അങ്ങനെ അങ്ങേക്ക് അവരോട് കഠിനമായി പ്രതികാരം ചെയ്യാം. കാരണം അവർ അങ്ങേ എതിർത്തു, സമാധാനത്തോടെ സ്വീകരിച്ചില്ല. ആസന്നമായ ഒരു വലിയ വിപത്തിന് മുൻപിൽ ഇസ്രായേൽ ജനം പകച്ചു നിന്നപ്പോൾ ശത്രുപക്ഷം ചേർന്നവരെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ ഏസാവിൻ്റെ സന്തതികളാണ്. ഏസാവിൻ്റെ സന്തതികളുടെ നേതാക്കന്മാർ എന്നതുകൊണ്ട് ഏദോമ്യരെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, ഇസഹാക്കിൻ്റെ പുത്രന്മാരായിരുന്നു യാക്കോബും ഏസാവും. ജന്മം മുതൽ തന്നെ അവർ ശത്രുതയിലായിരുന്നു. അവരുടെ ഇരുവരുടെയും സന്തതി പരമ്പരകൾ എന്ന നിലയിൽ ഇസ്രായേല്യരും ഏദോമ്യരും സഹോദര സന്തതികളായിരുന്നുവെങ്കിലും എപ്പോഴും ശത്രുതയിലായിരുന്നു. മറ്റൊരു വിഭാഗം ആളുകൾ വരുന്നത് മോവാബ്യരാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ, മോവാബ്യർ എന്ന് പറയുന്നത് ലോത്തിൻ്റെ സന്തതി പരമ്പരയാണ്. അബ്രാഹത്തിൻ്റെ മരുമകൻ ലോത്തിൻ്റെ സന്തതി പരമ്പരയാണ്. അവരും ഇസ്രായേലിൻ്റെ ശത്രുപക്ഷത്തായിരുന്നു. ചുരുക്കത്തിൽ ഇസ്രായേൽ ജനവുമായി ബന്ധമുള്ള ആളുകൾ തന്നെ, അതായത് അവരുടെ ഫസ്റ്റ് കസിൻസും സെക്കൻഡ് കസിൻസുമാണ് ഇപ്പോൾ ശത്രുവിനോട് ചേർന്ന് ഇസ്രായേലിൻ്റെ നാശത്തിനായിട്ട് പ്രവർത്തിക്കുന്നത്. ഏദോമ്യരും മോവാബിരും തീരദേശവാസികളും ഹോളോഫർണസിന് ഇസ്രായേൽക്കാരെ കീഴ്പ്പെടുത്താനുള്ള ഒരു നല്ല മാർഗം ഉപദേശിച്ചു കൊടുക്കുകയാണ്. ബത്തൂലിയ നിവാസികൾ ഇനി ദാഹജലം ശേഖരിക്കുന്നതിനായിട്ട് ആശ്രയിക്കുന്ന അരുവികൾ പിടിച്ചെടുക്കണം. അങ്ങനെ പട്ടണത്തിന് ഉപരോധം ഏർപ്പെടുത്താനാണ് അവർ ഉപദേശിക്കുന്നത്. അങ്ങനെ ദാഹം കൊണ്ടവർ നശിക്കും, അവർ നഗരം വിട്ടൊഴിയും. ഞങ്ങളും ഞങ്ങളുടെ ആളുകളും സമീപത്തുള്ള മലകളുടെ മുകളിലേക്ക് പോകാം.
ആരും നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ ഞങ്ങൾ പാളയമടിച്ച് കാവൽ നിൽക്കാം. അവരും ഭാര്യമാരും അവരുടെ കുഞ്ഞുങ്ങളും ക്ഷാമത്താൽ നശിക്കും. വാളേൽക്കാതെ തന്നെ തങ്ങൾ വസിക്കുന്ന ഇടങ്ങളിൽ തന്നെ അവരുടെ മൃതദേഹം ചിതറിക്കിടക്കും. അങ്ങനെ അങ്ങേക്ക് അവരോട് കഠിനമായി പ്രതികാരം ചെയ്യാമെന്നാണ് ഈ ജനം പറയുന്നത്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇസ്രായേൽ എന്ന ചെറിയ ജനവിഭാഗമാണ്. പ്രവാസത്തിൽ നിന്നും തിരിച്ചു വന്നവരാണ്. എണ്ണത്തിൽ വളരെ കുറവാണ്. ഇപ്പോൾ അവരെ ആക്രമിക്കാൻ വരുന്ന ശത്രു സൈന്യം തന്നെ വളരെ വലിയൊരു സൈന്യമാണ്. ഈ സമയത്താണ് രക്തബന്ധം കൊണ്ട് അവരുമായി ബന്ധത്തിലുണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങൾ, ഏദോമ്യരും മൊവാബ്യരും, അവർക്കെതിരെ തിരിയുന്നത്. അന്നും ഇന്നും ഇസ്രായേലിൻ്റെ അവസ്ഥ ഇതാണ്. പക്ഷേ ദൈവമായ കർത്താവ് അവരുടെ കൂടെയുള്ളത് കൊണ്ടാണ് അവർ ഇന്നും ചരിത്രത്തിൽ ആയിരിക്കുന്നത്. ഇവരുടെ ഈ ഉപദേശം ഹോളോഫർണസ് സ്വീകരിക്കുകയും പിന്നീട് നടക്കുന്ന ഉപരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം.